പിന്നെ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാധ്യമങ്ങളും പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ 9ാം വാർഷികം വളരെ നന്നായിട്ട് നടന്ന പശ്ചാത്തലത്തിൽ, ജനങ്ങളത് ഏറ്റെടുത്ത സാഹചര്യത്തിൽ മന്ത്രിസഭയിലെ അംഗങ്ങളിൽ തമ്മിൽ തർക്കമാണ്, പ്രശ്നമാണ്, വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നെല്ലാമുള്ള അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വകുപ്പ് തമ്മിലും ഇല്ല. വസ്തുതക്ക് നിരക്കുന്ന ഒന്നല്ല. വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഏറ്റവും നന്നായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ വികസന പ്രക്രിയ മുഴുവൻ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള എല്ലാറ്റിലും ഏറ്റവും അവസാനമായി വയനാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണയും ഇല്ലാതെ നടക്കുന്ന ദുരന്ത നിവാരണം, പ്രത്യേകിച്ച് ടൗൺഷിപ്പ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവൃത്തി വളരെ വേഗം പൂർത്തിയായി വരികയാണ്. നല്ല നിലയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. വിവിധ വകുപ്പുകൾ ചേർന്ന് നല്ല കോർഡിനേഷനോടുകൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നയിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ 9ാം വർഷം പിന്നിട്ട് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം, നാട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തെ ഉറ്റുനോക്കുന്നത്. വ്യാവസായിക വൽക്കരണത്തിൻ്റെ കാര്യത്തിലും പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലിൻ്റെ കാര്യത്തിൽ കിഫ്ബി വഴി ഇപ്പോഴേറ്റവും അവസാനം ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞ 2 ലക്ഷം കോടി രൂപയുടെ പുതിയ തരത്തിലുള്ള നിക്ഷേപം അതുൾപ്പെടെ ഉപയോഗിച്ചാൽ ഈ ആഴ്ച കൊണ്ട് തന്നെ ഏതാണ്ട് 10,000 കോടി രൂപ പുതുതായി നിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ് ഈ ആഴ്ച. ഇനിയിപ്പോൾ കൊല്ലത്തിലേക്കല്ല 10,000-ഉം 20,000-ഉം നിക്ഷേപിക്കുക, മാസാമാസം നിക്ഷേപിക്കാനുള്ള സൗകര്യം, പശ്ചാത്തല സൗകര്യം ഒരുക്കുകയാണ്. കാരണം നമുക്ക് വളരെ വേഗം നമ്മുടെ ഓഫറായി കിട്ടിയിട്ട് 2 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ മുഖചിത്രം മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള സൂക്ഷ്മാംശത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് വ്യവസായ വകുപ്പ് ഉൾപ്പെടെ മുമ്പോട്ടേക്ക് പോകുന്നത്. അത് ഈ കേരളത്തിൻ്റെ സമൂലമായ പരിവർത്തനത്തിലേക്കാണ് നയിക്കുക. തൊഴിലില്ലായ്മ നല്ലതുപോലെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. ഇപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മണ്ഡലങ്ങളിലും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള കാഡെസ്കിൻ്റെ പ്രൊജക്റ്റ് അനുസരിച്ചുള്ള പരിപാടികൾ നടന്നു വരികയാണ്. ഓരോ മണ്ഡലത്തിലും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന പുതിയ സാഹചര്യമാണ്. ഇത് മുമ്പ് കേട്ടുകേൾവിയുള്ള ഒന്നല്ല. മുമ്പ് ഒരു MLA ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇത്ര ആൾക്ക് ജോലി കൊടുത്തിരിക്കുന്നു ഒരു പദ്ധതി അനുസരിച്ച് എന്ന് പറയാനില്ല. അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ പ്രൊജക്റ്റുകൾ കാഡെസ്കിൻ്റെയും നോളജ് എക്കണോമി മിഷൻ്റെയും ഭാഗമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയും ആലപ്പുഴയും തൃശ്ശൂരും ഇപ്പോൾ ഇനി കണ്ണൂരും മെഗാ ജോബ് ഫെയർ നടക്കാൻ പോകുന്നു. കണ്ണൂർ മെഗാ ജോബ് ഫെയർ 30,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു ജോബ് ഫെയറാണ്. അപ്പോൾ തൊഴിൽ വേണ്ട 30,000 ആളുകൾ, തൊഴിലാളികളെ, ജീവനക്കാരെ വേണ്ട നിരവധി കമ്പനികൾ മുഖാമുഖം ജോലി ലഭിക്കത്തക്ക രീതിയിൽ, കൊടുക്കത്തക്ക രീതിയിൽ പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം ഉയർന്നു വരികയാണ്. അതെല്ലാം ഈ നവകേരളത്തിൻ്റെ ഒരു പുതിയ ചിത്രമാണ്. അപ്പോൾ നവകേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഗവൺമെൻറ് 9ാം വർഷം പിന്നിട്ട് 10ാം വർഷത്തിലേക്ക് പോവുകയാണ്. തുടർന്ന് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ, നവകേരളം സൃഷ്ടിക്കാനുള്ള നല്ല രീതിയിലുള്ള ജനകീയ അടിത്തറ വിവരപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ഇതാണ് പറയാനുള്ളത്.